ഗൗതം, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ മഹാകുംഭമേള 6-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. IIT ബാബ, അങ്ങനൊരു ബാബയെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹം ഇത്ര സവിശേഷ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം? എന്താണ് അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ കഴിയുക? പ്രശാന്തേട്ട, ഈ കുംഭമേള ഇപ്പോൾ തുടങ്ങിയിട്ട് 6 ദിവസം പൂർത്തിയായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഫെബ്രുവരി 26-ാം തീയതി വരെ ഇത് നടക്കും. ഇതിനോടകം തന്നെ നിരവധി ഭക്തരവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴുകിയെത്തും ഈ കുംഭമേളയിലേക്ക്. ലോക ശ്രദ്ധ തന്നെ യഥാർത്ഥത്തിൽ കുംഭമേളയിലേക്ക് എത്തുകയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നിരവധി സന്യാസിമാർ ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് വ്യത്യസ്തരായിട്ടുള്ള സന്യാസിമാർ ശ്രദ്ധ നേടുകയാണ്, വൈറലാവുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ചില ആളുകളെക്കുറിച്ചൊക്കെ അത്തരം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ് വാലെ ബാബ, അതുപോലെ തന്നെ കുറച്ച് ആളുകളെക്കുറിച്ചൊക്കെ. കഴിഞ്ഞ ദിവസം ഈ ഒരു പരശുരാമൻ്റെ അവതാരമെന്ന് കണക്കാക്കുന്ന ആളുകളൊക്കെ കരുതുന്ന ഒരു ബാബയെ പറ്റി നമ്മൾ ചെയ്തു. അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന സ്വഭാവ സവിശേഷതകളുള്ള ചില സന്യാസിമാരാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഈ റഷ്യയിൽ നിന്നുള്ളൊരു സന്യാസിയായിരുന്നു. സനാതനധർമ്മം 30 വർഷങ്ങൾക്ക് മുമ്പേ സ്വീകരിച്ച് സനാതനധർമ്മ പ്രചാരകനായിട്ട് മസിൽ ബാബ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയനാകുന്നത് ഒരാളാണ് IIT ബാബ. ഈ IIT ബാബയ്ക്ക് ഏതാണ്ട് 35 വയസ്സ് പ്രായം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഭയ് സിംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 3 ലക്ഷം രൂപ ശമ്പളം, പ്രതിമാസം ഇദ്ദേഹത്തിൻ്റെ ശമ്പളം 3 ലക്ഷം രൂപയായിരുന്നു. പ്രതിവർഷം അത് 36 ലക്ഷം രൂപയോളം വരും. ഇത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം സന്യാസത്തിൻ്റെ പാത സ്വീകരിച്ചത്. അങ്ങനെ ഒരാൾക്ക് ഇത്രയും ധനാഢ്യനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സമ്പത്തൊക്കെ കിട്ടുന്ന ഒരാൾ എന്തിന് സന്യാസം സ്വീകരിക്കുന്നു, അതിൻ്റെ ആവശ്യം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഹരിയാനയിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. അവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്. IIT ബോംബെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെ നിന്ന് BTechൽ എയറോസ്പേസിൽ ഗ്രാജുവേറ്റ് ആണ്. പിന്നീട് മാസ്റ്റേഴ്സ് ഇൻ ഡിസൈനിങ് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ 3 വർഷക്കാലത്തോളം ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയായിരുന്നു. അത് ഇദ്ദേഹം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളോടൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം ദേശീയ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ കൊണ്ടാടുകയാണ്. നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്, പ്രത്യേകിച്ചും യുവാക്കൾക്കൊക്കെ. അതിനെക്കുറിച്ചൊന്നും കൃത്യമായ രീതിയിൽ അവലോകനങ്ങളോ അല്ലെങ്കിൽ പരിശോധനകളോ ചർച്ചയൊന്നോ നടത്തുന്നില്ല എന്നുള്ള കാര്യം ഒരു വാസ്തവമാണ്. ഇദ്ദേഹത്തിൻ്റെ ദേശീയ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചർച്ചയാക്കുന്നുണ്ട്. അഭയ് സിംഗ് IIT ബാബ, അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു സ്പിരിച്വാലിറ്റി, ഈ ഒരു പാത സ്വീകരിച്ചു, ഇത്രയും ശമ്പളം ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനു സ്വീകരിച്ചു എന്നതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത്, കുട്ടിക്കാലം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ, വിഷാദങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യം തനിക്കുണ്ടായിരുന്നു. അച്ഛനമ്മമാരുടെ ബന്ധത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഉലച്ചലുണ്ടായിരുന്നു. അത് തൻ്റെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു. അങ്ങനെ ആണ് അത്തരം രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം കാനഡയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു വിഷാദ രോഗം, ഡിപ്രഷൻ പിടിപെട്ടു. ഏറെ നാൾ രാത്രി ഉറക്കമില്ലായ്മ, ഒരേ ചിന്തയിൽ തന്നെ ഒരേ കാര്യം തന്നെ കുറേ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഈ വിഷാദങ്ങളൊക്കെ മുറുകുന്ന ഈ സമയത്താണ് തനിക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും മനഃശാസ്ത്രപരമായിട്ട് മനസ്സിനെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്കൊക്കെ ഈ ഒരു വിഷാദം ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു.
ഇദ്ദേഹം പല പ്ലാറ്റോനെ പറ്റിയിട്ടും സോക്രട്ടിസിനെ പറ്റിയിട്ടൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ളൊരു അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം ഉടലെടുക്കുകയും ഈ ഭാഷ എങ്ങനെ രൂപീകരിച്ചു, ഇതെങ്ങനെ രചിക്കപ്പെട്ടു, എന്താണ് ഇതിൻ്റെ ഈ ഭാഷയുടെ പ്രത്യേകത, അങ്ങനെയാണ് ഈ സംസ്കൃത ഭാഷയെ കുറിച്ച് അറിയാൻ ശ്രമിക്കവെയാണ് ഇദ്ദേഹത്തിന് മനഃശാസ്ത്രപരമായിട്ടുള്ള താല്പര്യം ഉടലെടുത്തത്. മനസ്സെന്താണ്, മനസ്സിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഇദ്ദേഹം ആരംഭിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ഈ IIT ഭാവയായിട്ടുള്ള ഇപ്പോൾ ഏറെ പ്രശസ്തനായിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടുന്ന അഭയ് സിംഗ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഡിപ്രഷന് ചികിത്സ തേടിയിരുന്നു കാനഡയിലായിരുന്നപ്പോൾ. അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു പരിഹാരം തനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സംസ്കൃതത്തിലേക്കും ആധ്യാത്മികതയിലേക്കും നയിക്കാൻ ഏതെങ്കിലും ഗുരുക്കന്മാരുണ്ടായിരുന്നോ? അങ്ങനെ ആരുടെയെങ്കിലും സഹായമോ സേവനമോ അദ്ദേഹത്തിന്? ഇദ്ദേഹം ഇതിൽ പറയുന്നത് ജെ കൃഷ്ണമൂർത്തി, ആധ്യാത്മിക ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ദാർശനികമായിട്ടുള്ള ചിന്തകളിലൊക്കെ വല്ലാത്ത രീതിയിൽ താൻ ആകർഷിക്കപ്പെട്ടിരുന്നു. ജിദ്ദു കൃഷ്ണമൂർത്തി അറിയപ്പെടുന്ന ഇന്ത്യയിലെ വളരെ വളരെ പ്രസിദ്ധനായ ഒരു ആധ്യാത്മിക ആചാര്യനാണ്. അദ്ദേഹം ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പേരെ, പ്രത്യേകിച്ചും ഈ പ്രൊഫഷണലിസം ഉള്ള ആൾക്കാരെ, പ്രൊഫഷണലുകളെ, ചെറുപ്പക്കാരെ ധാരാളം പേരെ ആധ്യാത്മികതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു മഹാത്മാവാണ്. പറഞ്ഞോളൂ. അതെ, അപ്പം ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു ചിന്തകളിൽ വല്ലാത്ത രീതിയിൽ ആകർഷിക്കപ്പെട്ടിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിൽ ഇസ്കോൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുകയും അധ്യാപകനൊക്കെ ആയിട്ട് ഇദ്ദേഹം കുറച്ച് നാൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലോ, ഈ എഞ്ചിനീയറിംഗ് തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പിന്നീട് ഇദ്ദേഹം ആർട്ടിൻ്റെ മേഖലയിലേക്ക്, അതായത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു തൊഴിലിലേക്ക് ഇദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന തൊഴിലിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ജീവിതത്തെ കുറച്ചും കൂടി വളരെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ സഹായിച്ചത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുകൂടി, ഈ ഫോട്ടോഗ്രാഫി കൂടി ഈ ആധ്യാത്മികതയിലേക്ക് നയിച്ചതിൻ്റെ, ആ ഒരു പാതയിലേക്ക് കൊണ്ടുപോയതിന് കാരണമാണ് എന്ന് കൂടി ഈ അഭയ് സിംഗ് IIT ഭാവ വ്യക്തമാക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ നിന്നൊക്കെ താൻ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വീട് വിട്ടിറങ്ങി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട്, എന്താ പറയുക, അദ്ദേഹത്തിന് ഇപ്പോൾ വീടുമായിട്ട് ഒരു ബന്ധവും, വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ബൈറ്റ് ഇപ്പം വലിയ രീതിയിൽ ശ്രദ്ധേയമാവുന്നുണ്ട്. അദ്ദേഹത്തിന് മകനെ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ മകൻ വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് സന്യാസിയായി. ഇദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചിട്ടില്ല, അവിവാഹിതനാണ്. അതെ. അപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അവരെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പോകാൻ തയ്യാറല്ല. അതെ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സന്യാസത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹം പ്രധാനമായിട്ട് സനാതനധർമ്മ പ്രചാരകനായിട്ട്, പ്രത്യേകിച്ചും ഈ ആധ്യാത്മിക ചിന്തകൾ, അത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം നീങ്ങുന്നത്. ഇദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏതാനും ചില അക്കൗണ്ടുകളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ, അതേപോലെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സനാതനധർമ്മ പ്രചാരണം നടത്തുക. അതേപോലെ തന്നെ ചില ആളുകൾ പ്രഭാഷണത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തൻ്റെ അനുഭവം, താൻ എങ്ങനെയാണ് ഈ പാത സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് വ്യക്തമാക്കുക തുടങ്ങിയ ഒരു പ്രവർത്തന രീതിയിലാണ് ഇദ്ദേഹം, ആ ഒരു മേഖലയിലാണ് ഇദ്ദേഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ, ഈ ഒരു വിഷാദ രോഗത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നുപോയത്. രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം ഒരു പെൺകുട്ടി, IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വർക്ക് പ്രഷറിന്റെ ഭാഗമായിട്ട്, ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലായിരുന്നു ആ സംഭവം. ആ കുട്ടി ജോലി ചെയ്തത് പൂനെയിലായിരുന്നു. അതെ, മലയാളിയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ പല യുവാക്കളും പല ആളുകളും കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കിട്ടിയിട്ടും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് സന്തോഷമില്ല, മനഃശാന്തി കിട്ടിയില്ല? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതം. ആത്മീയ പാതയിൽ സന്യാസം സ്വീകരിച്ച് സനാതനധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. ഇപ്പോൾ
അദ്ദേഹം വളരെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഈ തത്വചിന്തകളൊക്കെ, സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഡയഗ്രമിലൂടെയും അതോടൊപ്പം തന്നെ വിഷ്വൽ പ്രസന്റേഷനിലൂടെയൊക്കെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ഒരു രീതിയിൽ കൂടി ഇദ്ദേഹം ശ്രദ്ധേയമാവുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു കോട്ട് കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞതാണ്, അറിവിനും സത്യത്തിനും വേണ്ടിയുള്ള ആഴത്തിലുള്ള അന്വേഷണത്തിൽ നിന്നാണ് ആത്മീയതയിലേക്കുള്ള തൻ്റെ മാറ്റം ഉടലെടുത്തത് എന്നാണ് ഈ IIT ബാബ പറയുന്നത്. എന്തായാലും നമുക്ക് കുംഭമേളയിൽ ഇത്തരം യുവ സന്യാസിമാരുടെ, യുവയോഗിമാരുടെ ഒരു കഥകളുമായിട്ട്, അവരുടെ ചരിത്രവുമായിട്ട് നമുക്ക് ഇനിയും വരാം. എന്തായാലും അതുവരെ IIT ബാബ, നമ്മുടെ പ്രേക്ഷകർ IIT ബാബയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കട്ടെ. നന്ദി.